ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ധ 2000 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു നാടിനെ തന്നെ വിറപ്പിച്ച കൊലപാതക പരമ്പരകൾ നടത്തിയ വ്യക്തിയായിരുന്നു അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. എല്ലാവർക്കും ഓർമ്മ കാണുമായിരിക്കും. സ്വന്തം അനുജനെ പോലും നിഷ്കരണം കൊന്നുകളഞ്ഞ വ്യക്തിയാണ് അഫാൻ. ഇപ്പോൾ അഫാന്റെ മാതാവ് ഷെമി സുഖപ്പെട്ടു വരികയാണ്. ആ സുഖപ്പെട്ടു വരുന്ന ഷെമിക്ക് തൻ്റെ മകനെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. വെഞ്ഞാറമൂട് SHO RP അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കഴിഞ്ഞ ദിവസമാണ് മൊഴി രേഖപ്പെടുത്താൻ എത്തിയത്. ഷെമിയെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തെത്തിയ പോലീസ് ഷെമിയോട് തലയ്ക്ക് പരിക്കേറ്റത് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു. കട്ടിലിൽ നിന്നും വീണ് പരിക്കേറ്റെന്നായിരുന്നു മറുപടി നൽകിയത്. കട്ടിലിൽ നിന്ന് വീണാൽ ഇത്ര വലിയ പരിക്കേൽക്കില്ലല്ലോ എന്ന ചോദ്യത്തിന് ആദ്യം വീണതിന് ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണു എന്നാണ് ഷെമി മറുപടി നൽകിയത്. അപ്പോഴും അവർ മകനെ കരുതലോടെ ചേർത്ത് പിടിക്കാനാണ് ശ്രമിക്കുന്നത്. സംഭവ ദിവസം നടന്ന കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചെങ്കിലും സഹകരണമുണ്ടായില്ല. കടബാധ്യതയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഡയറിയിലെ വിവരങ്ങൾ സംബന്ധിച്ചും വ്യക്തമായ മറുപടി ഉണ്ടായില്ല. 1 മണിക്കൂർ സംസാരിച്ചെങ്കിലും കാര്യമായ മറുപടി കിട്ടാതിരുന്നതോടെ പോലീസ് സംഘം ഷെമിയോട് നിരന്തരം പോലീസുകാർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന്. നമുക്ക് ഈ ഒരു മരണ വാർത്ത കേട്ട സമയത്ത് മാതാവ് രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ നമുക്ക് വളരെയധികം ഒരു ആശ്വാസമായിരുന്നു. ദൈവമേ, ആ മകന്റെ കയ്യിൽ നിന്ന് മാതാവെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന്. പക്ഷെ നമുക്ക് 10 മക്കളുണ്ടെങ്കിലും നമുക്ക് എല്ലാ മക്കളും ഒരേപോലെ ആയിരിക്കും അമ്മമാർക്ക്, അല്ലേ? അവരുടെ ഇളയ മകന്റെ ഘാതകനായ മൂത്ത മകനെ രക്ഷിക്കൂ എന്ന് പറയുന്ന ഒരു വീഡിയോ കൂടിയുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. അതാണ് കറക്റ്റ്, ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്. എനിക്ക് അതേ ഓർമ്മയുള്ളു. അതായത് ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു, അതാണോ പറഞ്ഞത്? ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ്, എൻ്റെ ഓർമ്മയിലും അത് തന്നെയാണ്. ഉമ്മയോട് പോലീസുകാർ കുറെ തവണ ചോദിച്ചോ ഇത്? ചോദിച്ചു, 2 തവണ ചോദിച്ചു. എനിക്കൊന്നും ഓർമ്മ കിട്ടാത്തോണ്ടാണോ ഇനി അതങ്ങനെ തോന്നുന്നത്? ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം, ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങള്, സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മ ഉണ്ട്. അത് തന്നെ ഞാൻ പറഞ്ഞത്. റഹീമിനോട് ഇത് തന്നെയാണോ പറഞ്ഞത്? ഫഹീമിനോട് ഇത് തന്നെ പറഞ്ഞു. ഉമ്മ എളുപ്പം സുഖമായിട്ട് വരിക, നമ്മളെ കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. ഉമ്മ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മനസ്സൊക്കെ ശരിയാകുമ്പോൾ ഉമ്മയ്ക്ക് എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുന്ന നമ്മുടെ ശ്രീകണ്ഠൻ നായരോട്, ഞാൻ മറിഞ്ഞു വീണു, തല ഇടിച്ചു, ഇത്രയും വലിയ അപകടം ഉണ്ടായോ? അത് ഞാൻ വീണപ്പോൾ വീണ്ടും എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും വീണു, അങ്ങനെയാണ് പറയുന്നത്. അവര് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതാണോ അതോ ഇനി വീഴ്ചയിൽ എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നറിയില്ല. കാര്യം, ഇത്രയും കൊലപാതകങ്ങൾ ചെയ്ത മകനെ ഇവരുടെ ഒരു മൊഴിയിലൂടെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത് തന്നെ വളരെയധികം ആക്ഷേപമാണ്, അല്ലേ? ഒരു പരിഹാസം പോലെയാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും എങ്ങനെ രക്ഷപ്പെടും? കൊന്നു കഴിഞ്ഞ് ഞാൻ ഇത്രയും പേരെ കൊന്നു എന്ന് ചങ്കൂറ്റത്തോടെ ഞെളിഞ്ഞു നിന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ ഇവൻ എങ്ങനെ രക്ഷപ്പെടും? ഇപ്പൊ ഈ ഉമ്മ പറയുന്നത് കേട്ടാൽ വിചാരിക്കും ഇവൻ നിരപരാധിയാണ്, മകനെ ആരാണ്ട് കരുതിക്കുട്ടി ഇതിനകത്ത് അകപ്പെടുത്തിയതാണെന്ന് തോന്നും. സത്യം പറഞ്ഞാൽ ഇത് നടന്ന സമയത്ത് ഈ ഉമ്മയോട് ഭയങ്കര ഒരു ഒരു ദയനീയ അവസ്ഥ ഓർത്ത് ഭയങ്കര ദുഃഖമായിരുന്നു. പക്ഷെ ഇപ്പം അവരോട് ഒരു തരത്തിലുള്ള ഒരു ദുഃഖം എനിക്ക് തോന്നുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, എന്തിനു വേണ്ടിയിട്ട് ഈ ഒരു മകനെ ഇനി പുറത്തിറക്കി കഴിഞ്ഞാൽ പല അമ്മമാർക്കും അവരുടെ മക്കളെ നഷ്ടപ്പെടും. കാര്യം, അവന്റെ മൈൻഡ് ഒരു ക്രിമിനൽ മൈൻഡായി മാറിക്കഴിഞ്ഞു. ഇത്രയും പേരെ നിഷ്കരണം കൊന്നുകളയാൻ സാധിക്കുമെങ്കിൽ ഇവനിനി നാട്ടുകാരെ ആരെയും പേടിക്കില്ല. ഇവൻ രക്ഷപ്പെട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു യുക്തി എന്താണ് ഈ ഉമ്മ കാണിക്കാത്തതെന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഈ ഉമ്മായും ബാപ്പായും ഒന്നും ഇനി ആ വീട്ടിലേക്ക് പോകുന്നില്ല, അവർക്ക് പുതിയൊരു വീട് വെച്ചു കൊടുക്കാം എന്നൊക്കെ നമ്മുടെ ശ്രീകണ്ഠൻ നായർ പറയുന്നുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് വരാം. ബാപ്പയോട് സംസാരിച്ചായിരുന്നേ. അപ്പോൾ നമ്മള് ഇനിയിപ്പോ താമസിക്കാൻ നമുക്കൊരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ? അപ്പൊ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇനി പഴയ വീട്ടിലേക്ക് പോയാൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ പ്രയാസമല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പുതിയ ഇനിയിപ്പോ എന്താ ഐഡിയ ആ കാര്യത്തില്? കിടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഭൂമിയുണ്ടോ? ഭൂമി കണ്ടെത്തണം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും നമുക്കൊരു വീട് വെക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങളുടെ പുള്ളിക്കാരുടെ കുടുംബത്തിന്റെ അടുത്തായിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം, ഞങ്ങളൊരു നല്ല കാര്യമായിട്ട് ഇറങ്ങിയതാ. അങ്ങയുടെ ജീവിതമൊക്കെ നമ്മൾ ആൾക്കാരുടെ അങ്ങേക്ക് ഒരു വീട് ഞങ്ങൾ വെച്ച് തരും കേട്ടോ.
അങ്ങ് അതിലൊന്നും വിഷമിക്കേണ്ട. കാര്യം ഈ നാട് മുഴുവൻ അങ്ങയുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് അങ്ങയോട് സമാധാനിക്കണമെന്ന് പറയാനുള്ള ധൈര്യമൊന്നും ഞങ്ങൾക്കില്ല. എന്നാൽ പോലും കാരണം ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഏറ്റവും വേദന അനുഭവിക്കുന്ന പിതാവ് അങ്ങ് തന്നെയാണ്. കാരണം നമുക്കൊക്കെ മക്കളുള്ളതാണ്. അപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ തിരിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ എന്തായാലും അങ്ങയുടെ വീട് വെച്ചു കൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. കാര്യം അവരുടെ ആ ഒരു സാഹചര്യം ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് അവർ താമസിക്കുന്നിടത്തേക്ക് പോകാൻ സാധിക്കില്ല. ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ അത് വേണമായിരുന്നോ എന്നൊരു ചോദ്യം എനിക്കും ഉണ്ട് കേട്ടോ. കാര്യം ഈ ഒരു അവര് നിരപരാധികളാണ്. ഓക്കെ, ആ വാപ്പ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, തന്റെ മകൻ കുറ്റക്കാരനാണെന്ന് ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിൽ തന്നെ എനിക്ക് മാനസിക വിഷമം കാര്യമായിട്ടുണ്ട്. കാരണം സ്വന്തം മകനെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അഫാനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ഷമിയോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. ഇതെല്ലാം ചെയ്ത അവനാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ എന്താ പറയുന്നത്? അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുണ്ട് അമ്മയാ? ഇല്ല, അപ്പോഴും പറഞ്ഞ അവൻ അങ്ങനെ ചെയ്യൂലെന്നാണ് ഇപ്പോഴും പറയുന്നത്. അവൻ അങ്ങനെ ചെയ്യില്ലെന്നാണ് പറയുന്നത്. പിതാവിനോട് എനിക്ക് അനുകമ്പയുണ്ട്. കാര്യം മകന്റെ തെറ്റ് മനസ്സിലാക്കി മകൻ നിയമത്തിന്റെ വഴിയെ പോകട്ടെ എന്ന് തന്നെയാണ് പിതാവ് പറയുന്നത്. പക്ഷെ മാതാവ് എന്തുകൊണ്ടാണ് എൻ്റെ ഒരു മോൻ നഷ്ടപ്പെട്ടു, ഇനി എനിക്ക് അടുത്ത മോനെങ്കിലും വേണമെന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? കാര്യം മറ്റൊരു ഉമ്മായിക്കും ബാപ്പായ്ക്കും ഒരു മകള് നഷ്ടപ്പെട്ടു, മറ്റു കുഞ്ഞുങ്ങൾക്ക് ഒരു ഉമ്മായും ബാപ്പായും നഷ്ടപ്പെട്ടു, ഇവരുടെ തന്നെ ഈ അപ്പാടെ തന്നെ ഒരു മാതാവിനെ നഷ്ടപ്പെട്ടു. ഇവരെയൊക്കെ നിഷ്കരണം കൊന്നുകളയാനുള്ള അത്രമാത്രം ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഈ മകനെ പുറത്തു കൊണ്ടുവരണമെന്ന് യാചിക്കാൻ ഈ അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നു എന്നതുകൊണ്ടാണ് എനിക്ക് അവരോട് അമർഷം. ഇവൻ ഇനിയും പുറത്തു വന്നാൽ ഈ അക്രമ സ്വഭാവം തന്നെയല്ലേ കാണിക്കുകയുള്ളൂ. പക്ഷെ ഉമ്മായി ഞാൻ സമ്മതിക്കുന്നു കേട്ടോ, വേറെ ഒന്നും ഉമ്മായിക്ക് ഓർമ്മയില്ല. ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഓർമ്മ. ഇളയ മോനെ ഹോസ്പിറ്റലിൽ സ്കൂളിൽ വിട്ട കാര്യവും ചോറ് കൊടുത്ത കാര്യവും എല്ലാം അമ്മയ്ക്ക് ഓർമ്മയുണ്ട്. വീണ് തലപൊട്ടി എന്നതാണ് ഈ ഉമ്മയുടെ ഓർമ്മ. അതുപോലെ തന്നെ മകൻ ഈ ചെയ്ത അക്രമങ്ങളൊന്നും ഉമ്മയ്ക്ക് ഓർമ്മയില്ല. പക്ഷെ ഇങ്ങനെയുള്ള മാതാപിതാക്കളാണ് കേട്ടോ കുറ്റവാസന മക്കളിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത്. തൻ്റെ മക്കള്, ഞാനൊരു എക്സാമ്പിൾ പറയാണ്, സ്കൂളിൽ പഠിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾ ഒരു പെൻസിൽ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവൻ്റെത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാലോ അവന് കള്ളപ്പേര് കിട്ടുമോ മോശപ്പേര് കിട്ടുമോ എന്ന് പേടിച്ചിട്ട് പറയാതിരിക്കുന്നതാണ് മിസ്റ്റേക്ക്. അതേസമയം അവനൊരു ശിക്ഷ കൊടുത്ത് ഇത് ചെയ്യാൻ പാടില്ല, ടീച്ചറിനെ അറിയിച്ചു കഴിഞ്ഞാൽ നാളെ അവനത് ചെയ്യില്ല. അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ അടിച്ചിട്ട് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ ഒരാൾ അടിച്ച് വീട്ടിൽ വരുമ്പോൾ പറയാം, നിനക്ക് അടി കിട്ടിയോ, നീ തിരിച്ചെന്താ കൊടുക്കാൻ എന്ന് ചോദിക്കുന്നതിന് പകരം മോനെ അത് സ്കൂൾ ടീച്ചറിനോട് പറയാൻ എന്താ, അല്ലെങ്കിൽ നമുക്ക് നാളെ വന്ന് അമ്മ ചോദിക്കാട്ടോ എന്ന് പറഞ്ഞു വിടുക. അല്ലാതെ ഈ പേരൻസിന് ഒരുപാട് പേര് അങ്ങനെയാണ് കേട്ടോ, നിന്നെ അടിച്ചെങ്കിൽ നീ തിരിച്ച് നല്ലത് കൊടുക്കാൻ എന്താ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നിടത്ത് കുഞ്ഞുങ്ങളുടെ അക്രമവാസന ഈ പേരൻസ് തന്നെയാണ് കയറ്റി വിടുന്നത്. അപ്പൊ തൻ്റെ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അത് തൻ്റെ മക്കളല്ല, എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല, എൻ്റെ മോൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നതിന് പകരം അത് അന്വേഷിക്കാൻ പഠിക്കുക. സ്കൂളിലൊക്കെ ഞാനൊരു അധ്യാപികയാണ്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വിളിച്ച് പേരൻസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം പറയുന്നത് ഇല്ല എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല, ആ കുട്ടി എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും അവിടെ അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നതിന് മുമ്പ് ആ സത്യാവസ്ഥ മനസ്സിലാക്കി, ആ മോനെ നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്, ഇനി അങ്ങനെ ചെയ്യരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് പറയുക, അവർ അത് പരിഹരിച്ച് തരും എന്നൊരു അവബോധം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ആ ഒരു കുഞ്ഞിലേ ഉണ്ടാകുന്ന ഈ ഒരു ഇതാണ് ഈ കുട്ടികൾ ഇത്രമാത്രം ഒരു അക്രമവാസനയായിട്ട് മാറി വരുന്നത്. ഒന്നടിച്ചാൽ തിരിച്ചു കൊടുക്കണം. ഇതിപ്പോൾ അങ്ങനെ സംഭവിച്ചില്ല, അത് ലഹരിയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും ഒക്കെ ഒരുപാട് ഈ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഒരു കാരണമായി മാറുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് കുഞ്ഞു മക്കളിലെ ഇതുണ്ടാകുന്നതിനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. പേരൻസിന്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പൊ തന്നെ ഈ അമ്മ ഈ മകൻ ഇത്രയും കുറ്റം ചെയ്തത് അറിഞ്ഞിട്ട് പോലും തന്റെ മകനെ ന്യായീകരിക്കുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ അമ്മ നാളെയുള്ള മറ്റു കുഞ്ഞുങ്ങൾക്കൊരു ഭീഷണി പുറത്തു കൊണ്ടുവരാനായിട്ടാണ് ഈ ശ്രമിക്കുന്നത്. ഇവനെ എങ്ങനെ വിശ്വസിക്കും? ഇവൻ എന്തിനും, അവൻ ഒരു വട്ടം കൊല ചെയ്ത് അവൻ അറപ്പ് തീർന്നു, ഇനി അവന് പ്രശ്നമില്ല. 1 കൊന്നാലും 10 കൊന്നാലും ശിക്ഷ ഒന്നല്ലേ എന്ന് ചോദിക്കുന്ന നാടാണ് നമ്മുടെ. കഠിനമായ ശിക്ഷകൾ, ചെറിയ കുറ്റത്തിന് പോലും കഠിനമായ ശിക്ഷകൾ നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കിയാൽ മാത്രമേ, നമ്മുടെ നിയമം മാറി വന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു നാട് നന്നാവുകയുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നി. കാര്യം ആ അമ്മയുടെ ദയനീയ അവസ്ഥയിൽ ഒരുപാട് പേര് അനുകമ്പ പുലർത്തുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു മോന് വേണ്ടി അനുകമ്പ പുലർത്തേണ്ട ആവശ്യമില്ല. തൻ്റെ മക്കൾ തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയാനുള്ള ഒരു ഗഡ്സ് അല്ലെങ്കിൽ ഒരു ഇത് വേണം. അത് ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മോനാണല്ല, അതുകൊണ്ട് അവനൊരു തെറ്റും ചെയ്യില്ല, അയ്യോ അത് ചെയ്താലും അവൻ എൻ്റെ ഭാഗത്ത് എൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ തെറ്റല്ല എന്ന് പറഞ്ഞ് വളർത്തുന്ന അച്ഛനമ്മമാർ തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ദോഷം. സത്യം പറഞ്ഞാൽ എന്ത് തെറ്റ് ചെയ്താലും മക്കളെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനും അമ്മമാരും.
ഇവിടെ ഈ അമ്മയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു റിയാക്ഷനാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എനിക്ക് മക്കളുണ്ട്, എൻ്റെ ചുറ്റുപാടും കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പം ഇവരൊക്കെ എങ്ങനെ വളർന്നു വരുന്നു, ഏത് സാഹചര്യത്തിൽ പോകുമെന്ന് നമുക്കിപ്പം എന്താ ചെയ്യാൻ പറ്റില്ല, പക്ഷെ പ്രവചിക്കാൻ പറ്റില്ല. പക്ഷെ അവർ ആ രീതിയിൽ ആകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാൻ പറ്റും. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിതാവ് പോലും ശ്രമിക്കുന്നില്ല. പിന്നെ അമ്മയുടെ കണ്ണുനീരിലാണ് നമുക്ക് നോക്കാം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഇവൻ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാകേണ്ടതാണ്. കാരണം കുഞ്ഞനിയനെ, സ്വന്തം അനിയനെ, എന്താ പറയാ, കുഞ്ഞനുജനെ പോലും നിഷ്കരണം കൊല്ലാൻ കാണിച്ച് ഇവന്റെ മനസ്സുണ്ടല്ലോ വളരെ പൈശാചികമാണ്. ഇവനൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ആദ്യം പറയണമെന്ന് വെച്ചാൽ മറന്നുപോയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.